ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് നമ്മൾ കോളേജിൽ നിന്നൊരു വിസിറ്റിന് പോയതാണ്. അപ്പോൾ നമ്മുടെ സൈക്യാട്രി സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് സാന്നിധ്യ റെസിഡൻഷ്യൽ സ്കൂൾ മാംഗ്ലൂർ തന്നെയുള്ളൊരു സ്പെഷ്യൽ സ്കൂളിലേക്കായിരുന്നു നമ്മുടെ ഇന്നത്തെ വിസിറ്റ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് നമുക്ക് നല്ലൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓട്ടിസം വന്ന പിള്ളേരെയും അതുപോലെ തന്നെ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള പിള്ളേരെയും ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സ്കൂളാണിത്. അവിടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവർ ഹോസ്റ്റലും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അവിടുത്തെ പിള്ളേർ അവിടെ സ്റ്റേ ചെയ്ത് തന്നെയാണ് സ്കൂളിങ് കംപ്ലീറ്റ് ആക്കുന്നത്. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഓരോ ടീച്ചേഴ്സിനും ഓരോ പിള്ളേരുടെ A to Z കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ അവിടുത്തെ പിള്ളേരെ ക്ലാസ് ഡിവൈഡ് ചെയ്തേക്കുന്നത് അവരുടെ എബിലിറ്റിയും അവരുടെ സ്കില്ലും അതുപോലെ തന്നെ അവരുടെ ഡിസീസ് കണ്ടീഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോരോ ക്ലാസ്സുകളിലേക്ക് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അക്കാദമിക്സിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇതൊക്കെ കൂടാതെ തന്നെ ഫിസിയോതെറാപ്പി ആവശ്യമുള്ള സ്റ്റുഡൻസിന് ഫിസിയോതെറാപ്പി സെഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് അരമണിക്കൂർ സെഷൻ കിട്ടുന്ന പോലെയാണ് അവിടുത്തെ അറേഞ്ച്മെൻ്റ് ഒക്കെ. മാത്രമല്ല അവർക്ക് ഇത് കൂടാതെ വാട്ടർ തെറാപ്പി, ഡാൻസ് തെറാപ്പി, മ്യൂസിക് തെറാപ്പി, സ്പീച്ച് തെറാപ്പി ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഹോസ്റ്റൽ സർവീസസ് ഒക്കെ ആണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേനും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. പുതിയ കുറേ പിള്ളേരായിട്ട് ഇടപെടാൻ പറ്റി. നമ്മൾ കുറേ നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത ടൈം പോയതേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.